അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികളിൽ വീണ്ടും ഭീതിയുടെയും ആശങ്കയുടെയും അധ്യായങ്ങൾ തുറന്നിരിക്കുകയാണ്. സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിൽ വീണ്ടും തടവിലാക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് വാണിജ്യ കപ്പലുകളും അതിലെ നിരപരാധികളായ ജീവനക്കാരും. കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കിയ ആകെ ജീവനക്കാരിൽ 22 പേർ ഇന്ത്യക്കാരാണ്. ഏദൻ ഉൾക്കടലിലും സൊമാലിയൻ തീരത്തുമായി നടന്ന രണ്ട് വെവ്വേറെ സംഭവങ്ങളിലാണ് ഈ രണ്ട് വലിയ ചരക്കു കപ്പലുകൾ കടൽക്കൊള്ളക്കാർ കൈയടക്കിയിരിക്കുന്നത്. ഇന്ത്യക്കാരായ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുവാനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉന്നതതല അന്വേഷണങ്ങളും ആശയവിനിമയങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. വ്യാഴാഴ്ചയാണ് അന്താരാഷ്ട്ര സമുദ്രപാതയിൽ ഈ നടുക്കുന്ന സംഭവം അരങ്ങേറിയത്. യമൻ തീരത്തു നിന്നും സൊമാലിയൻ തീരത്തു നിന്നുമാണ് രണ്ട് വ്യത്യസ്ത സമയങ്ങളിലായി ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിൽ ആദ്യത്തെ സംഭവം നടക്കുന്നത് യമൻ തീരത്തു നിന്ന് ഏകദേശം 30 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഏദൻ ഉൾക്കടലിലാണ്. 6 ആയുധധാരികളായ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ ചേർന്ന് എറിത്രിയൻ പതാകയേന്തിയ MT സിബു-1 എന്ന എണ്ണ ഉൽപ്പന്ന ടാങ്കർ കപ്പൽ ബലമായി തട്ടിയെടുക്കുകയായിരുന്നു. ഈ കപ്പലിൽ ആകെ 20 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 16 പേരും ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യക്കാരെ കൂടാതെ സിറിയ, ഇറാൻ, സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരും ഈ കപ്പലിലുള്ളതായാണ് ലഭിക്കുന്ന വിവരം. കപ്പലിലെ ജീവനക്കാർ നിലവിൽ സുരക്ഷിതരാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിക്കുന്നുണ്ടെങ്കിലും കപ്പൽ ഇപ്പോൾ കൊള്ളക്കാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് സൊമാലിയൻ തീരത്തു നിന്ന് രണ്ടാമത്തെ കപ്പലും തട്ടിയെടുക്കപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവരുന്നത്. സൊമാലിയയിലെ പുന്റ് ലാൻഡ് തീരത്തു നിന്നാണ് MV ലുതുഫ് എന്ന കാമറൂൺ പതാകയുള്ള ചരക്കു കപ്പൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത്. പുന്റ് ലാൻഡിലെ എയിൽ ജില്ലയിലെ മറായയിൽ നിന്നും വെറും 3.5 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ വെച്ചാണ് ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് കൊള്ളക്കാർ കപ്പലിനെ നുഗാൽ തീരത്തേക്ക് തിരിച്ചുവിട്ടു. ഈ കപ്പലിൽ ആകെ 10 ജീവനക്കാരാണുള്ളത്. ഇതിൽ 6 പേർ ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ ഒരു തുർക്കി പൗരനും ഒരു ജോർജിയൻ പൗരനും സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന 2 സെർബിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ കപ്പലിലുണ്ട്. ഏദൻ ഉൾക്കടലും സൊമാലിയൻ തീരങ്ങളും എന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് വൻ ഭീഷണി ഉയർത്തുന്ന പ്രദേശങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എണ്ണയും മറ്റ് അവശ്യ വസ്തുക്കളും കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട സമുദ്രപാതയാണിത്. കഴിഞ്ഞ കുറച്ചു കാലമായി സൊമാലിയൻ മേഖലയിലെ കടൽക്കൊള്ളക്കാരുടെ സാന്നിധ്യം വീണ്ടും സജീവമാകുന്നത് അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഏജൻസികളെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. പണം ആവശ്യപ്പെട്ടും രാഷ്ട്രീയ സൈനിക സമ്മർദ്ദങ്ങൾ ചെലുത്തിയുമാണ് കൊള്ളക്കാർ സാധാരണയായി ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകൾ നടത്തുന്നത്. ഇന്ത്യൻ നാവികസേനയും അന്താരാഷ്ട്ര സുരക്ഷാ സേനകളും ഈ പ്രദേശങ്ങളിൽ ശക്തമായ പെട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും ചെറിയ ആയുധങ്ങളുമായി അതിവേഗ ബോട്ടുകളിൽ എത്തുന്ന കൊള്ളക്കാർ പെട്ടെന്ന് കപ്പലുകളിലേക്ക് കയറി ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും വലിയ മുൻഗണന നൽകുന്നത്. ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമുദ്ര സംഘടനകളുമായും യമൻ, സൊമാലിയ എന്നിവിടങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങളുമായും വിദേശകാര്യ മന്ത്രാലയം നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണ്. ബന്ദികളാക്കപ്പെട്ട ജീവനക്കാരുടെ കുടുംബങ്ങളെ വിവരം അറിയിക്കുവാനും അവരെ ധൈര്യപ്പെടുത്താനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിനായി തിരിച്ചുവിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ത്യൻ നാവികസേന മുൻപും വിജയകരമായി നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കടലിൽ അകപ്പെട്ട 22 ഇന്ത്യൻ പൗരന്മാരും എത്രയും വേഗം സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഏജൻസികളും ഇന്ത്യൻ നാവികസേനയും ഏകോപിപ്പിച്ച് നടത്തുന്ന തിരച്ചിലുകളും നയതന്ത്ര നീക്കങ്ങളുമാണ് ഇനി ഈ കേസിൽ നിർണായകം. ഏതാനും മാസങ്ങളായി ശാന്തമായി സൊമാലിയൻ സമുദ്രപാതയിൽ വീണ്ടും കടൽക്കൊള്ളക്കാർ സജീവമാകുന്നത് ആഗോള വാണിജ്യ മേഖലയ്ക്കും കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കടലിൽ അകപ്പെട്ട 22 ഇന്ത്യൻ പൗരന്മാരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് രാജ്യം ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത്.